ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഫലാഫിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. പിന്നെ ഫലാഫിൽ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഫലാഫിൽ റാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഫലാഫിൽ തയ്യാറാക്കാനായിട്ട് ഇതിന് വേണ്ടത് വെള്ളക്കടലയാണ്. അപ്പോൾ 1 കപ്പ് വെള്ളക്കടല ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 8 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ആക്കുന്നതിൻ്റെ തലേദിവസം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വെച്ചാൽ മതി രാത്രി. ഇത് കുതിർന്ന് വന്നത് ഇതിലെ വെള്ളം മാറ്റി ഒന്ന് കഴുകിയിട്ട് എടുക്കാം. ഇപ്പോൾ കടലൊക്കെ പൊങ്ങി ഡബിൾ സൈസായിട്ട് വന്നിനി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉള്ളി, വലിയ ഉള്ളിയല്ല, ഒരു മീഡിയം സൈസുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലിയെങ്കിലും ചേർത്ത് കൊടുക്കണം. ചെറുതാണെങ്കിൽ അതിലും കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ചും തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അതായത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരക്കരുത്, ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇനി നമ്മൾ അരച്ച് വെച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇപ്പം ഞാൻ 2 ട്രിപ്പായിട്ടാണ് അരച്ചത്. ഇപ്പോൾ എല്ലാം കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ അപ്പക്കാരം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കിത് ബോൾസ് പോലെ ഒന്ന് ഉരുട്ടാൻ കഴിയും. അതിനുശേഷം നമുക്ക് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇപ്പോൾ ഈ സമയം ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിനി. ചൂടായ ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് ഓയിൽ നന്നായിട്ട് ചൂടാനി. ഇനി നമ്മൾ കൈകൊണ്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ട് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഷേപ്പിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. ഞാൻ ഇപ്പോൾ ബോൾസ് പോലെയാണ് ഷേപ്പ് ചെയ്തിട്ടെടുക്കുന്നത്. ഇനി എല്ലാ ബോൾസും ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് പതിയെ, അതായത് ഇട്ടപാട് തന്നെ മിക്സ് ആക്കിയത് അപ്പോൾ പൊട്ടിപ്പോവും. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം നമ്മൾ കടല ഉൾഭാഗത്തിലൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ആദ്യം ചൂടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫലാഫിൽ ഇട്ട് കൊടുക്കുന്ന ടൈം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഓരോ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതാ തിരിച്ചും മറിച്ചിട്ട് ഇതാ ഈ ഒരു കളറായിട്ട് വരുമ്പം നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കെച്ചപ്പോ അല്ലെങ്കിൽ മയണീസോ ഹൊമ്മൂസോ അങ്ങനെ എന്തെങ്കിലും ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ, പുറം ഭാഗം നല്ല ക്രിസ്പിനെസ് ഉണ്ട്. ഫലാഫിൽ റെസിപ്പി ഒരുപാട് പേർക്ക് അറിയുണ്ടാവും. എന്നാലും അറിയാത്തവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ചോ ബർഗറോ അല്ലെങ്കിൽ നമ്മളെ ഷവർമ പോലെയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരു ഷവർമ പോലത്തെ റോള് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അതായത് തക്കാളി, പിന്നെ ക്യാബേജ്, പിന്നെ ഉള്ളി, കക്കിരി, ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വിനാഗിരിയും ഉപ്പും പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചതാണ്. വെജിറ്റബിളെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക, നമ്മൾ ഷവർമയിലെല്ലാം ഇടുന്നത് പോലെ. അപ്പോൾ വെജിറ്റബിൾ വിനാഗിരിയോ കുരുമുളകെല്ലാം ഇട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലേ വിനാഗിരി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിളിലേക്ക് ഒന്ന് പിടിക്കും. അതിനുശേഷം ഒരു കുബൂസ് എടുത്ത് വെച്ചിന്. കുബൂസോ ബ്രെഡോ ബണ്ണോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റാക്കാം. ഞാൻ ഇപ്പോൾ കുബൂസ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന്. ഇനി ഇതിലേക്ക് നമ്മളെ ആ വെജിറ്റബിൾസ് മസാല ഇല്ലേ, നമ്മൾ വിനാഗിരിയെല്ലാം ഇട്ട് വെച്ച് അത് 1 സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾ എല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, ക്വാണ്ടിറ്റി എല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫലാഫിലൊന്ന് പ്രസ്സാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് റോൾ ചെയ്തിട്ടെടുക്കുക. ഞാൻ ഇപ്പം റോള് ചെയ്യുമ്പം ഒന്ന് ഇളകിപ്പോവല്ലോ, അതുകൊണ്ട് മാത്രം അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, റോൾ ചെയ്തിട്ട് എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടൊമാറ്റോ സോസ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ എടുത്തത്
ഒരു മീഡിയം സൈസിലെ തക്കാളി, പിന്നെ ഒരു വലിയ കക്കിരിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിരുന്നത്. പിന്നെ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതി എടുത്തിന്. പിന്നെ വളരെ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാബേജാന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തേ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ വെജിറ്റബിളും പിന്നെ ഈ ഫലാഫിലും എല്ലാം കൂടിയിട്ട് വരുമ്പോൾ നല്ല ഷവർമ പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഷവർമ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നോമ്പിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.